നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് മോഡൽ. മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ റിലേഷണൽ മോഡൽസ് ആയിരുന്നു. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞ? റിലേഷൻ മോഡൽസിന്റെ കുറച്ച് ബേസിക് ടെർമിനോളജീസ് പറഞ്ഞു. ഡൊമൈൻ, സ്കീമ, ഡിഗ്രി, കാർഡിനാലിറ്റി, പിന്നെ അതേപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ കീസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കൺസ്ട്രെയിൻസ് പറഞ്ഞു അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി constraints. And in this video we are going to discuss about the model, entity relationship model. Okay, നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് മോഡൽസ്, ഡാറ്റ മോഡൽസ് പറഞ്ഞ സമയത്ത് നമ്മൾ മോഡൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മോഡൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ entity റിലേഷൻഷിപ്പ് മോഡൽ എന്നുള്ളതാണ് മോഡലിന്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ഡാറ്റ മോഡൽ, ആൻഡ് ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ഡാറ്റ എലമെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് ഫോർ എ സ്പെസിഫൈഡ് സിസ്റ്റം. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫൈൻ ദ ഡാറ്റ എലമെന്റ്സ് ഡാറ്റേനെയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് മോഡൽ. ഓക്കെ, ഇറ്റ് ഡെവലപ്പ് a conceptual design for the database. It is simply a pictorial representation ആണ് മോഡലിൽ വരുന്നത്. കൺസെപ്ച്വൽ ഡിസൈൻ ഫോർ ദി ഡാറ്റാബേസ്, ഒരു ഡാറ്റാബേസിന്റെ ഒരു ഡിസൈൻ ആണ് ശരിക്കും മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ഡെവലപ്സ് എ വെരി സിമ്പിൾ ആൻഡ് ഈസി ടു ഡിസൈൻ വ്യൂ ഓഫ് ഡാറ്റ. Then in modeling, the database structure is portrayed as a diagram called an entity relationship diagram. നമ്മൾ ഇത് entity relationship diagram യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന മൂന്ന് ടേംസ്, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് ടേംസ് ഉണ്ട്. എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻ. ഈ മൂന്ന് ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡലിനെ സ്പെസിഫൈ ചെയ്യാറ്. അപ്പോൾ ഇതൊരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. ഇതിൽ എൻറ്റിറ്റിയും അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടും ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. Then name, address, age, ID, these all are the different attributes of the student entity ന്റെ different attributes ആണ് ഈ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Then അതിന്റെ corresponding relation. സ്റ്റുഡൻറ് എന്നുള്ളതിനെ നമ്മളൊരു സ്ക്വയർ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്വയർ ബോക്സിലാണ് നമ്മൾ സാധാരണ എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യാറ്. ഈ ഓവൽ ഷേപ്പിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇതൊരു സ്കൂൾ ഡാറ്റാബേസ് ആണ്. ഇൻ ദിസ് ഡാറ്റാബേസ് ദ സ്റ്റുഡൻറ് വിൽ be an entity with attributes like address, name, ID, age, etc. Then the address can be another entity with attributes like city, street, pin code, and there will be a relation between them. നമുക്ക് അഡ്രസ്സിനെ വീണ്ടും നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി കമ്പോണൻസ് ഓഫ് ഡയഗ്രാം, ഡിഫറെന്റ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഒരു മോഡലിൽ ഉണ്ടാവുക. ഒന്ന് എൻറ്റിറ്റി ഉണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും, റിലേഷൻ ഉണ്ടാവും. എൻറ്റിറ്റിയിൽ തന്നെ വീക്ക് എൻറ്റിറ്റി ഉണ്ട്, കീ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദെൻ റിലേഷൻസിലാണെന്നുണ്ടെങ്കിൽ 1 to 1, 1 to many, many to 1 ആൻഡ് many to many. Then first of all we have to discuss about the entity. Entity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ്. Entity may be any object, class, person, place. ഇതിൽ ഏതും ആവാം. ചിലപ്പം അതൊരു ഒബ്ജക്റ്റ് ആവാം, ചിലപ്പോൾ ഒരു ക്ലാസ് ആവാം, അല്ലെങ്കിൽ ഒരു ആളാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം, ഇങ്ങനെയൊക്കെ ആവുന്നതാണ് എൻറ്റിറ്റി. നമ്മൾ എൻറ്റിറ്റീനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗറിൽ രണ്ട് എൻറ്റിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എംപ്ലോയി. കൺസിഡർ ആൻ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ, മാനേജർ, പ്രോഡക്റ്റ്, എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ് എക്സെട്ര ക്യാൻ ബി ടേക്കൺ ആസ് എൻറ്റിറ്റി. ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇനി നമ്മുടെ കോളേജ് ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എൻറ്റിറ്റി and student is an entity.
ദെൻ അതിൽ യൂസ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ് ഈസ് അനദർ എൻറ്റിറ്റി. അങ്ങനെ നമുക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ആവാം. ഓക്കെ, ഇറ്റ് മേ ബി എ ക്ലാസ്, എ പേഴ്സൺ, എ പ്ലേസ്, എന്തും ആവുന്നതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റീനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബോക്സിലാണ്, റെക്റ്റാങ്കിൾ ബോക്സിലാണ്. ദെൻ അതിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എ എൻറ്റിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ എൻറ്റിറ്റി ഈസ് കോൾഡ് വീക്ക് എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി വേറെ ഒരു എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റിറ്റി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വീക്ക് എൻറ്റിറ്റി. ഓക്കെ, ദ വീക്ക് എൻറ്റിറ്റി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി കീ ആട്രിബ്യൂട്ട് ഓഫ് ഇറ്റ്സ് ഓൺ. The weak entity is represented by double rectangle. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വീക്ക് എൻറ്റിറ്റി. ഈ ഇൻസ്റ്റാൾമെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക? ഈ ലോൺ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. സോ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളത് വീക്ക് എൻറ്റിറ്റി ആണ്. ഈ വീക്ക് എൻറ്റിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ലോൺ എന്ന് പറയുന്ന എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ എൻറ്റിറ്റിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ പ്രോപ്പർട്ടി, ആ എൻറ്റിറ്റിന്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. The attribute is used to describe the property of an entity. ഈ ഒരു എക്ലിപ്സ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ആൻ ആട്രിബ്യൂട്ട്. ഈ ഒരു സിമ്പിളിനെയാണ് എക്ലിപ്സ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്. എക്ലിപ്സ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ആൻ ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്ലിപ്സ് ആണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ആണ് ID, ഫോൺ നമ്പർ, ഏജ്, നെയിം, ക്ലാസ്, ഇതൊക്കെ വരാം. ഓക്കെ, ഇനി ഈ ഒരു ആട്രിബ്യൂട്ടില് ഡിഫറെന്റ് ടെർമിനോളജീസ് വരുന്നുണ്ട്. ഒന്ന് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്കറിയാം, കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ആട്രിബ്യൂട്ട് ഓർ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യൂസ്ഡ് ടു യുണീക്ലി ഐഡന്റിഫൈ എ ടിപ്പിൾ. അല്ലെ, ഒരു ടിപ്പിളിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കീ ആട്രിബ്യൂട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ key attribute is used to represent the main characteristics of an entity. It represents a primary key, and a key attribute is represented by an ellipse with the text underlined. നമ്മൾ ഏതാണോ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു അണ്ടർലൈൻ സിമ്പിൾ കൊടുക്കും. അതാണ് കീ ആട്രിബ്യൂട്ട്. നമ്മൾ നേരത്തെ റിലേഷൻ എന്നുള്ള കേസിൽ എന്താണോ കീ ആട്രിബ്യൂട്ട് പറഞ്ഞത് അതന്നെയാണ് ഇവിടെയും. അതായത് ഒരു റോനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട്, അതാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ എൻറ്റിറ്റിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു അണ്ടർലൈൻ കൊടുക്കും. Then composite attribute. A attribute that composed of many other attribute is known as composite attribute. Okay. The composite attribute is represented by an ellipse, and those ellipses are connected with an ellipse. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ്, ഇപ്പൊ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. അവിടെ എന്തൊക്കെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോമ്പോസിറ്റ്? ഫസ്റ്റ് നെയിമിന് നമുക്ക് വീണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും, അല്ലെ? ഫർദർ ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നെയിം ആയിട്ടും സെക്കൻഡ് നെയിം ആയിട്ടും മിഡിൽ നെയിം ആയിട്ടും ഒക്കെ അതിനെ വീണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിവിഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫർദർ പാർട്സ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ആട്രിബ്യൂട്ട് എന്തായിരിക്കും? cannot be divided further. നമുക്ക് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ സിംഗിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ വെയിറ്റ്, അത് നമുക്ക് വീണ്ടും ഫർദർ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് സിംഗിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പോസിറ്റ് ആൻഡ് സിംഗിൾ ആട്രിബ്യൂട്ട്. ഇനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വൺ, ദ മൾട്ടി വാല്യൂഡ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ് മോർ ദാൻ വൺ വാല്യൂ. ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിലധികം വാല്യൂസ് വരിക, അതിനെയാണ് മൾട്ടി വാല്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരാളുടെ ഫോൺ നമ്പർ, അതെന്തുണ്ടാവും? ചിലപ്പോൾ അയാൾക്ക് രണ്ട് നമ്പർ, സെക്കൻഡറി നമ്പർ ഉണ്ടാവാം, അല്ലെങ്കിൽ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാവാം. അപ്പൊ അയാൾക്ക് ആ ഫോൺ നമ്പർ എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ട്, മൾട്ടി വാല്യൂഡ് ആണ്. These attributes are known as multi-valued attribute.
The double oval is used to represent the multi-valued attribute. Okay, a student can have more than one phone number. അതൊരു എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോൾ ഒരാളുടെ കോളേജ് ഡിഗ്രി അയാൾ മൾട്ടിപ്പിൾ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടി വാല്യൂഡ്. അതേപോലെ തന്നെ ലാംഗ്വേജ് നോൺ, ഒരാൾക്ക് അറിയുന്ന ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലാംഗ്വേജ് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ലാംഗ്വേജ് നോൺ ഈസ് ആൾസോ റെപ്രസെന്റഡ് ഇൻ മൾട്ടിപ്പിൾ ഓവൽ ഷേപ്പ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ മൾട്ടി വാല്യൂഡ് വരുമ്പോൾ അവിടെ എന്തായാലും ഒരു സിംഗിൾ വാല്യൂഡ് ഉണ്ടായിരിക്കും അല്ലെ. ഹാവ് എ സിംഗിൾ വാല്യൂ ഫോർ എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിക്ക് ഒരു സിംഗിൾ വാല്യൂ വരുന്നതിനെയാണ് സിംഗിൾ വാല്യൂഡ് എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏജ് പറയാം, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് ഓഫ് എ പേഴ്സൺ. നെക്സ്റ്റ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. എന്തായിരിക്കും ഡിറൈവ്ഡ്? നമ്മൾ നേരത്തെ വീക്ക് എൻറ്റിറ്റി പറഞ്ഞ പോലെ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരുന്നു വീക്ക് എൻറ്റിറ്റിയിൽ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒന്നിൽ നിന്ന് വേറൊന്ന് ഡിറൈവ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ളതിനെയാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അതർ ആട്രിബ്യൂട്ട് ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് അയാളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. Then this can be represented by derived attribute can be represented by dashed dots. ഇവിടെ നമുക്ക് ബർത്ത് ഓഫ് ഡേറ്റിൽ നിന്ന് എന്ത് ഡിറൈവ് ചെയ്യാം? ഏജ് എന്ന് പറയുന്ന കാറ്റഗറൈസേഷനെ ഡിറൈവ് ചെയ്യാം. ഈ ഏജിനെ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡാഷ്ഡ് ഡോട്ട്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെയാണ് എന്തും ഡിറൈവ്ഡ് പോലെ തന്നെ സ്റ്റോർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്. സ്റ്റോർഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രം വിച്ച് ദ വാല്യൂ ഓഫ് അതർ ആട്രിബ്യൂട്ട് ആർ ഡിറൈവ്ഡ്. ഏതിൽ നിന്നാണോ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ദ സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ആൻഡ് ദിസ് ഈസ് ദി ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സ്റ്റോർഡ് ആട്രിബ്യൂട്ടിൽ നിന്ന് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് എന്തിന്റെ കേസിൽ, ആട്രിബ്യൂട്ടിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി റിലേഷൻഷിപ്പ്. എ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ്സ് the relation between entities തമ്മിലുള്ള relations. The diamond or rhombus is used to represent the relationship. Diamond shape ആണ് നമ്മൾ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് സ്റ്റുഡന്റിനെ ടീച്ചർ പഠിപ്പിക്കുന്നു. അപ്പൊ ടീച്ചേഴ്സ് എന്നുള്ളതാണ് അവിടെയുള്ള റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ പാരന്റ്, ഒരു അച്ഛന്റെ അല്ലെങ്കിൽ MES ഹാവിങ് മെൻഡി കോളേജ് ഓഫ് മജ്ലിസ് എന്ന് പറഞ്ഞാൽ മെൻഡി എന്നുള്ളതാണ് അവിടെ തമ്മിലുള്ള റിലേഷൻ. അതേപോലെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കേസ്. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. 1 to 1, 1 to many, many to 1 and many to many. When only one instant of an entity is associated with the relationship, then it is known as 1 to 1. A female can marry to one male and a male can marry to one female. ഒരു മെയിലിന് ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് 1 to 1 റിലേഷൻഷിപ്പ്. ദെൻ 1 to many ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആണിന് മൾട്ടിപ്പിൾ ഭാര്യമാര് ഉണ്ടാവുന്ന കേസ് പോലെ അല്ലെ. when only one instant of the entity on the left and more than one instant of an entity on the right. ഇവിടെ നോക്കുക, സയന്റിസ്റ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഇൻവെൻഷൻ. എന്തൊക്കെ ഇൻവെൻഷൻസ് ആണ് കണ്ടുപിടിച്ചത്? മൾട്ടിപ്പിൾ ഇൻവെൻഷൻസ് ഉണ്ടെങ്കിൽ അത് 1 to many. then many to many relationship and many to one, അതായത് ഒരുപാട് more than one entity on the left and only one instant of an entity on the right. ഇവിടെ ഒരുപാട് കോഴ്സസ് ഉണ്ടായിരിക്കും. ആ കോഴ്സസിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു സ്റ്റുഡന്റിന് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് മെനി ടു വൺ റിലേഷൻഷിപ്പ്. ഇനി മെനി ടു മെനി ആണെന്നുണ്ടെങ്കിൽ ഒരു employees can assign many projects and project can have many employees. എംപ്ലോയീസിന് ഒരുപാട് പ്രൊജക്ട്സ് അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റിന് ഒരുപാട് എംപ്ലോയീസിനെയും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് മെനി ടു മെനി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എൻറ്റിറ്റി റിലേഷൻഷിപ്പിന്റെ ബേസിക് ടെർമിനോളജീസ് ആയിട്ട് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ പറയാം.